ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടിയുടെ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം കാർബറേറ്റർ നല്ല രീതിയിൽ ഡാമേജ് ആയി പോയായിരുന്നു. നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടാത്തൊരു കണ്ടീഷനിൽ വന്നതുകൊണ്ട് തന്നെ കാർബറേറ്റർ അസംബ്ലി പാടി നമ്മൾ ഫുള്ളായിട്ട് മാറ്റി പുതിയതാണ് വെച്ചേക്കണേ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് പുതിയതിട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ പ്ലഗും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റിയേക്കണ കാർബറേറ്റർ അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വന്നേക്കണ റേറ്റ് 4257 രൂപയാണ് വന്നേക്കണേ കാർബറേറ്ററിൻ്റെ റേറ്റ് കേട്ടോ. മാറ്റിയണായിട്ട് ഇതാണ് പഴയ കാർബറേറ്റർ ഇതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഈ കാർബറേറ്റർ ഈ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള കാരണം നമുക്കിപ്പോൾ ഈ വണ്ടിക്ക് മാത്രമൊന്നുമല്ല ഒരുപാട് വണ്ടികളിൽ ഈ കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം ഇപ്പോൾ വരുന്ന പെട്രോൾ കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി ഇങ്ങോട്ടേക്ക് വന്നതിൽ E20 പെട്രോൾ എന്ന് പറയാം. അതായത് 20% എത്തനോൾ മിക്സിംഗ് ഉള്ള പെട്രോളാണ് ഇപ്പോൾ വരാം. അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തേക്കണ ഒരു ഇതാണ്. പക്ഷേ അത് പഴയ മോഡൽ വണ്ടികളിൽ പല രീതിയിലാണ് എൻ്റെ റിയാക്ഷൻ വരാം. ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ ഒരുപാട് വണ്ടികൾക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വെച്ച് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒന്നുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ മിസ്സിങ്, അല്ലെങ്കിൽ ഓവർഫ്ലോ, അങ്ങനെ പല പ്രോബ്ലംസ്, പിക്കപ്പിലോ അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കത് മാറ്റേണ്ടി വരാം. അപ്പോൾ നിലവിലിപ്പോൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. അതിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതാണ് ഗ്യാരണ്ടി, ഹോണ്ടയുടെ പാർട്സ് ആണ് എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ സെയിം പെട്രോളാണ്. നമുക്കതല്ലാതെയുള്ള പെട്രോൾ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാലും നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അസംബ്ലി ഐറ്റം മേടിച്ചു, പാർട്സ് മേടിച്ച് സെറ്റ് ചെയ്തേക്കും. ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുമെന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ. കംപ്ലയിൻറ്റ് വന്നുകൂടായൊന്നുമില്ല, അതും നമ്മൾ പറയണം. കാരണം എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ അത് തന്നെയാണ്. അതാണ് ശരിക്കും എൻ്റെ റിയാലിറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ അടിച്ച് ടാങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടിയിരിക്കുക. കാരണം എത്തനോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈർപ്പം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമായിട്ട്, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഈ പെട്രോളിനകത്ത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം പെട്രോൾ യൂസ് ചെയ്യുക. നമ്മളെ ഡെയിലി റൊട്ടീനിന് ആവശ്യമായിട്ടുള്ള പെട്രോൾ അടിക്കുക. 2-3 ദിവസത്തേക്കുള്ളത് മാത്രം അടിക്കുക. ഫുൾ ടാങ്കൊക്കെ പെട്രോൾ അടിക്കാതിരിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ മോർണിംഗിലൊന്നും പോയി അടിക്കണേക്കാളും നല്ലത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തൊക്കെ അടിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ മോർണിംഗിലൊക്കെ അടിക്കുമ്പോൾ ഓൾറെഡി ഒരു തണുത്ത സമയത്തായിരിക്കും നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുക. ആ സമയത്തും ഈ പറഞ്ഞ രീതിയിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ ടാങ്കിലേക്ക് വരാനും പമ്പിൽ നിന്ന് കയറി വരാനും സാധ്യത കൂടുതലാണ്. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഈ E20 പെട്രോളുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഡാമേജുകൾ, അതിൻ്റെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേയും കൊടുത്തിട്ടേക്കാം. അതൊന്ന് സമയം കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ബില്ലായി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.